ഹായ്, എന്താണ് റെസ്പെക്റ്റ്? ഈ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരിക്കില്ലേ? എൻ്റെയൊക്കെ കാഴ്ചപ്പാടില്ലേ മുതിർന്നവരെ ബഹുമാനിക്കൽ മാത്രമാണ് റെസ്പെക്റ്റ് എന്ന് കണ്ടിരുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ഏതൊരു വ്യക്തിയുടെയും മനസ്സിനെയും അവരുടെ അഭിപ്രായത്തിനെയും അവരുടെ ഇമോഷൻസിനൊക്കെ ഒരു വാല്യൂ കൊടുക്കലാണ് കേട്ടോ സത്യം പറഞ്ഞ റെസ്പെക്റ്റ്. അതൊരിക്കലും ഒരു പ്രായത്തിനോ ഒരാളുടെ ഒരു സ്വാധീനത്തിനോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്ഥാനമാനങ്ങൾക്കൊന്നും കൊടുക്കുന്നതല്ല. അവർ നമ്മളോട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ നമ്മളോട് പെരുമാറുന്ന രീതിക്കാണ് കേട്ടോ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്നത്. അവരുടെ സംസാര ശൈലിയായിരിക്കാം, അവരുടെ എന്താ പറയുക നമ്മളോട് പെരുമാറ്റമായിരിക്കാം, അതിനൊക്കെയാണ് കേട്ടോ പല റെസ്പെക്റ്റ് കൊടുക്കുന്നത്. പക്ഷേ പല റെസ്പെക്റ്റിനെ കുറിച്ച് പല തെറ്റിദ്ധാരണകളും ഉണ്ടായിരുന്ന ഒരു ജനറേഷൻ കേട്ടോ ഒരു 90s കിഡ്സ് എന്ന് പറഞ്ഞാൽ. അതൊരിക്കലും ഒരാളെ തെറ്റല്ല, പക്ഷേ അവരെ പഠിപ്പിച്ചിട്ടുള്ള രീതിയാണ് കേട്ടോ. ഇപ്പം എന്നെയാണെങ്കിലും പഠിപ്പിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ മുതിർന്നവരെ ബഹുമാനിക്കണം, അവരെന്ത് ചെയ്താലും എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ളതിനെ കുറിച്ചൊന്നും ചർച്ചയില്ല. മുതിർന്നവരെ ബഹുമാനിക്കണം, അത്രമാത്രം നമുക്കറിയുള്ളൂ. അതാണ് റെസ്പെക്റ്റ് എന്നുള്ളൊരു സംഭവത്തിലാണ് നമ്മളൊക്കെ വളർന്നു വന്നിരുന്നത്. പക്ഷേ സത്യത്തിൽ അങ്ങനെയാണോ? മുതിർന്നവരെയാണോ ബഹുമാനിക്കേണ്ടത്? ഒരിക്കലും മുതിർന്നവരെ മാത്രമല്ല ബഹുമാനിക്കേണ്ടത്. ഈ ലോകത്തുള്ള എല്ലാത്തിനും, അതായത് ഇപ്പോൾ മനുഷ്യരായിക്കോട്ടെ ജീവികളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അതിനതിൻ്റേതായ ഒരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. പക്ഷേ അവർ നമ്മളടുത്ത് പെരുമാറുന്ന ഈ രീതിക്കാണ് പലപ്പോഴും നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കാറുള്ളത് കേട്ടോ. നമ്മളടുത്ത് വളരെ മോശമായിട്ടൊരു മുതിർന്ന വ്യക്തി പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, എല്ലാവർക്കും കൊടുക്കുന്ന അതേ റെസ്പെക്റ്റിന് ആൾക്ക് കൊടുക്കണം എന്ന് നിർബന്ധമുണ്ടോ? യാതൊരു നിർബന്ധവും ഇല്ല. നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റെസ്പെക്റ്റിന് അവിടെ അപ്പോൾ ഒരു വാല്യൂവും നമ്മൾക്ക് എന്താ പറയുക ഒരു വ്യക്തിക്ക് കൊടുക്കണം എന്ന് നമുക്ക് ഒരു നിർബന്ധവും ഇല്ല. അതുപോലെ തന്നെയാണ് ഒരു കുട്ടിക്കും. ഒരു കുട്ടി അതിനതിൻ്റേതായ റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. കാരണം ആ കുട്ടിക്കും ഇമോഷൻസ് ഉണ്ട്, ആ കുട്ടിക്കും അഭിപ്രായങ്ങളുണ്ട്, ആ കുട്ടിക്കും മനസ്സുണ്ട്. മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കുക, പ്രായത്തിനോ ഒരാളുടെ സ്വാധീനത്തിനോ അല്ല നമ്മളെന്താണ് റെസ്പെക്റ്റ് ചെയ്യേണ്ടത്, അവർ നമ്മളോട് പെരുമാറുന്ന രീതിക്കാണ്. അപ്പോൾ നമ്മൾ റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുള്ളിൽ ഓടി വരേണ്ടത് മുതിർന്നവരല്ല. ഏതൊരു മനുഷ്യനും അവരുടേതായ റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. പക്ഷെ അവരത് ഡിസർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ നമ്മൾ ഈ റെസ്പെക്റ്റ് പിടിച്ചു മേടിക്കാനായിട്ട് ചില ആളുകൾ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാത്ത കാര്യം, അതായത് റെസ്പെക്റ്റ് ആണെങ്കിലും സ്നേഹമാണെന്നുണ്ടെങ്കിലും ഒരിക്കലും തിരിച്ചു കിട്ടണം എന്നുള്ളത് നമ്മൾ അത്യാഗ്രഹം വിചാരിക്കരുത്. ഒരിക്കലും കിട്ടില്ല. നമ്മളെന്താണോ കൊടുക്കുന്നത് അതന്നെയാണ് തിരിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് റെസ്പെക്റ്റ് അങ്ങനെയാണ് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി പോലെയാണ്. നമ്മൾ എത്രത്തോളം മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന അതിനനുസരിച്ചുള്ള റെസ്പെക്റ്റാണ് നമ്മൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു അതിർവരമ്പുകളൊന്നും നിശ്ചയിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. അത് പ്രായമോ സ്വാധീനമോ ഒന്നുമല്ല അതിൻ്റെ അതിർവരമ്പ്. നമ്മളോടുള്ള പെരുമാറ്റ രീതിയാണ്. അവരത് ഡിസർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങളുടെ സക്സസ്സിന് എന്തായാലും ഉപയോഗപ്പെടും എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഒക്കെ ഇടുക. താങ്ക് യു സോ മച്ച്.